സമയം രാത്രി 7:45 തന്നെ നാട്ടിലുള്ള അപ്പനെയും അമ്മേനെയും ചേച്ചീനെയും നാട്ടുകാരെല്ലാം ഉറക്കിയിട്ട് ഞാൻ റെഡിയായി പുറത്ത് തെണ്ടാൻ പോവുകയാണ്. ഇന്ന് സെൻട്രലിലുള്ള ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോകലാണ് ലക്ഷ്യം. വീടിൻ്റെ അടുത്തുള്ള കുട്ടി മാർക്കറ്റ് കണ്ടു, ആ മാർക്കറ്റ് കഴിയുകയും ചെയ്തു. ഇന്ന് സെൻട്രലിൽ പോകണം. സെൻട്രലിലെ ക്രിസ്മസ് മാർക്കറ്റ് എപ്പോഴും അടിപൊളിയാണ്, ഭയങ്കര രസമായിട്ടാണ് അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് സെറ്റപ്പൊക്കെ. ഇവിടെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഭയങ്കര ബ്രോഡായിട്ടുള്ളൊരിത്. ഇത് ഐസ് സ്കേറ്റിംഗ് ഏരിയ ആയിരുന്നു. €7 ആയിരുന്നു അതിൻ്റെ എൻട്രി. ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ വെറുതെ കൂരയും കുത്തി ഐസ് കട്ടയുടെ മണ്ടേ കിടന്നിട്ടുണ്ടെങ്കിൽ നോക്കാനും പിടിക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എടുത്തില്ല. അങ്ങനെ കുറേ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സംഭവം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് വന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ പോകുന്ന ഇതിനെ നമ്മൾ ചൂണ്ടിയിട്ട് പിടിക്കണം. അതിൻ്റെ ലോജിക്ക് എന്നാലും എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ €7 കൊടുത്താൽ നമുക്ക് 7 ബോൾ എടുക്കാം, പക്ഷേ അവരൊരു ഗിഫ്റ്റ് തരും. അല്ല പിന്നെ €7 നമുക്ക് കടയിൽ കൊടുത്താൽ ഈ സാധനം കിട്ടുമല്ലോ. അങ്ങനെ അവിടുന്ന് അതൊക്കെ കണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഒരു റോഡിലേക്ക് നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന വഴിക്കാണ്, ഒരു മെയിൻ റോഡ് സെറ്റപ്പ്. അങ്ങനത്തെ ഒരു ഇത് നിറയെ കുഞ്ഞു കുഞ്ഞു ഹട്ട് പോലെ ഇരിക്കുന്നതെല്ലാം ഓരോരോ കടകളാണ്. അങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്ത്, ഇത് എക്സാക്ട് സെൻട്രല്ല, ഗ്രാൻഡ് പ്ലേസ് ആണ് സെൻട്രലിലോട്ട് പോകുന്ന വഴിയാണ്. ഇത് ഇവിടുത്തെ ബിയർ മ്യൂസിയമാണ്. പലപ്പോഴും ബിയർ മ്യൂസിയം കണ്ടിട്ടുണ്ടെങ്കിലും എൻട്രി ഫീസ് ഉണ്ടാവുമെന്ന് ഓർത്ത് ഞങ്ങൾ കയറിയിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ കയറിയതാണ്. പക്ഷേ ഇതിൻ്റെ അത് കയറി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ആ ബിയറിൻ്റെ ഏരിയ ക്ലോസ്ഡും ആയിരുന്നു. ഇത് മറ്റേ പാമ്പും കോണി കളിച്ച് 100 ചെന്നപ്പോൾ പാമ്പ് വിഴുങ്ങിയ അവസ്ഥയായിരുന്നു. ആ എൻട്രൻസിൽ കൂടെ കയറി നേരെ വന്ന് നമ്മൾ എക്സിറ്റ് പോയിന്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഗ്രാൻഡ് പ്ലേസിൻ്റെ തൊട്ടടുത്തോട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട്. ഇതൊക്കെ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരാളെ മീറ്റ് ചെയ്തു. ആ അങ്കിള് കാശ്മീരിൽ നിന്നാണ്. പുള്ളി വിൻ്റർ ടൈം ഇവിടെ, സമ്മർ ടൈം നാട്ടിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. കുറച്ച് കാശ്മീരി പ്രൊഡക്ട്സ് ആണ് ആൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഗ്രാൻഡ് പ്ലേസ്, ദ സെൻട്രൽ ബ്രസൽസിൻ്റെ സെൻട്രൽ. ഈ ലൈറ്റ് ഷോയാണ് ക്രിസ്മസിൻ്റെ ടൈമിൽ ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഏരിയ. ആ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അവിടെ വണ്ടിയിൽ ഇങ്ങനെ മണിയൊക്കെ അടിച്ചു ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു. ഈ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നതിന് ബാക്ക്ഗ്രൗണ്ടിലോട്ടൊരു പട്ടി ഭയങ്കര ഓലിയിടലായിരുന്നു. എന്തിനായിരുന്നോ എന്തോ, പുള്ളീനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ലൈറ്റ് ഷോ തീർന്നപ്പോഴാണ് ക്രിസ്മസ് ട്രീയിൽ ഇവർ ലൈറ്റ് ഇടുക. ഓരോ ഹാഫ് അവേഴ്സിലും അവിടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഒരു ആലി പോലെയാണ്. ഈ 2 സൈഡിൽ നിറയുള്ള കടകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി 10 മണി അടുത്തായതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഉക്രൈനിയൻ വില്ലേജ് കണ്ടിട്ട് നമ്മൾ നമ്മൾ എവിടെ നിന്നാണോ വരുന്നത് അതൊക്കെ സ്പോട്ട് ചെയ്തു. പക്ഷെ ഇപ്പോഴും അറിയാത്ത ഇന്ത്യയുടെ ആ പാതി തല എന്തെന്നറിയാത്ത ചൈനക്കാർ മുക്കിക്കളഞ്ഞു എന്നാണ് ഞങ്ങൾ കുറേ നേരം നമ്മൾ ഗൂഗിളിലൊക്കെ മാപ്പ് എടുത്തിട്ട് കമ്പയറൊക്കെ ചെയ്ത് നോക്കി. ചൈന കൊണ്ടുപോയിട്ടാ അതെന്തായാലും.